ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. വീട്ടിലെ ചക്കക്കുരു ഉണ്ടാ എങ്കിൽ ഇതേപോലത്തെ ഒരു റെസിപ്പി തയ്യാറാക്കി വെക്കുക. മധുരം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ആദ്യം നമുക്ക് ചക്കക്കുരു ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഫസ്റ്റ് നമ്മൾ ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു 30 ചക്കക്കുരാന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി കളയണമെന്നില്ല കേട്ടോ, മറ്റേ ഫസ്റ്റത്തെ തൊലി കളയുക, പക്ഷേ ചോപ്പ് തൊലി കളയണമെന്നില്ല. ഇനി നമ്മൾ ചക്കക്കുരു ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് പാനിലേക്ക് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പൊട്ടിയിട്ട് നല്ല കറമുറിയായിട്ട് വരും. അതുവരെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിന്. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഈ ടൈം ആകുമ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൽ വേണ്ട മധുരത്തിന് 2 സൂചി ബെല്ലം ഞാൻ എടുത്തിരിക്കുന്നത്, ശർക്കര. ഇതിലേക്ക് കുറച്ചളവിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. അധികം വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കേണ്ട, കട്ടിയിലാണ് നമുക്ക് ഈ ശർക്കര പനി വേണ്ടത്. ഇനി നമ്മൾ വറുത്ത് വെച്ച ചക്കക്കുരുവിലേക്ക് കുറച്ച് ഏലക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാന് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ പശു നെയ്യ് ചേർത്ത് കൊടുക്കുക. ഗീ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുമ്പം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചക്കക്കുരു ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ടാണ് ഇതേപോലെ കട്ട കുത്തിയ പോലെ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ സ്പാച്ചിലോടൊന്ന് ഉടച്ചു കൊടുക്കുമ്പം റെഡി ആയിട്ട് വന്നോളും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സ്, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കടല ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിലക്കടല നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി മിക്സാക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുക. അരിക്കുന്നത് എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കുക. ഒരുപാട് കുറുക്കി എടുക്കേണ്ട. അപ്പം നമ്മൾ ഉണ്ടയാക്കിയിട്ട് കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഹാർഡായി പോവും. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി ഒന്ന് തിളച്ച് നമ്മൾ ഈ ചക്കക്കുരു പൊടിച്ചപ്പം ജസ്റ്റ് ഒന്ന് കട്ട് കുത്തിയിട്ടില്ലേ, അതൊക്കെ ഒന്ന് ഉടച്ച് ശരിയാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് ശർക്കര പാനി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കുക. മധുരമൊക്കെ കറക്റ്റാണ്. 2 സൂചി വെല്ലം ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല. ഇതിന് കറക്റ്റ് മധുരമാണിത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി യോജിപ്പിച്ച് ശർക്കര ഒന്ന് അതിലേക്ക് യോജിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം വറ്റി വന്നിന്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് ടൈം ഇട്ടിട്ട് വറക്കേണ്ട ആവശ്യമില്ല. ഇനി ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ചൂട് മാറിക്കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായി പോകും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ നോക്കിയേ, കാണാൻ നല്ല രസമില്ലേ, അതേപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആട്ടാ. ചക്കക്കുരു വെച്ചിട്ട് കറി, വറവ് ഒക്കെ ആക്കലില്ലേ. ഇതേപോലത്തെ ലഡു ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ വീഡിയോ കണ്ടിട്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.